ശ്രീ പണിക്കർ, കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിനുള്ളത്. ഒരു പരിധിവരെ അത് ശരിയുമാണല്ലോ. പക്ഷെ അതിൽ ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ? ശ്രീ മഞ്ജുഷ്, ഇത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കുന്നത് തന്നെ ദുരുദ്ദേശപരമാണ്. കാരണം കഴിഞ്ഞ ദിവസം MP ശ്രീ ഹാരിസ് ബീരാനാണ് ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ നിയമത്തിൽ ഉടനടി ഭേദഗതിക്കൊന്നും സ്കോപ്പില്ല എന്ന രീതിയിലേക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന് കിട്ടുന്നു. ആ പ്രതികരണം കിട്ടിയതിന് ശേഷം അദ്ദേഹം പിന്നീട് പറഞ്ഞിരുന്ന ചില പരാമർശങ്ങൾ നോക്കുക. അദ്ദേഹം പറയുന്നത് നിലവിലുള്ള നിയമത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ അതിന് മന്ത്രി തിരുവനന്തപുരത്തെ ഓഫീസിൽ ഇരുന്നാൽ പറ്റില്ല. പ്രശ്നം നടക്കുന്നിടത്ത് അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയാൽ പോലും കോടതി നിലവിലുള്ള നിയമത്തിന്റെ പ്രൊവിഷൻസ് വെച്ച് മാത്രമാണ് അതിൽ തീർപ്പ് കൽപ്പിക്കുക. അതുകൊണ്ട് നിയമത്തിന്റെ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ആ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ശ്രീ ഹാരിസ് ബീരൻ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നിയമം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 1972. അതിന്റെ സെക്ഷൻ 11 ഒന്നെടുത്ത് നോക്കുക. സെക്ഷൻ 11ൽ പറയുന്നത് ഇങ്ങനെയാണ്: ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മേ, if he is satisfied that any wild animal specified in Schedule 1 has become dangerous to human life, so and so conditions, permit any person to hunt such animal or cause such animal to be hunted. ഇത് സെക്ഷൻ 1A ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ സെക്ഷൻ 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന, സെക്ഷൻ 1 സെക്ഷൻ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നതിനും സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ക്ലോസ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് കൂടാതെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ ക്യാപ്ചർ ചെയ്യാനോ ട്രയാങ്കുലൈസ് ചെയ്യാനോ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനോ കഴിയില്ലാത്ത സാഹചര്യത്തിൽ, ഇത് വൈൽഡാണ്, നിരന്തരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. ഇനി അതിൽ മറ്റൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ കില്ലിംഗ് ഓർ വൂണ്ടിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓഫ് എനി വൈൽഡ് ആനിമൽ ഇൻ ഡിഫൻസ് ഓഫ് വൺ സെൽഫ് ഓർ ഓഫ് എനി അതർ പേഴ്സൺ ഷാൽ നോട്ട് ബി ആൻ ഒഫൻസ്. ഇതിനപ്പുറത്തേക്ക് പിന്നീട് എന്ത് തരത്തിലുള്ള നിയമമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കടുവയുടെ കാര്യത്തിൽ അന്ന് ഈ നിയമം പ്രയോഗിച്ചിരുന്നു, ഒരു വെടിവെക്കുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുത്തതുമാണ്. പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ ആനകൾ ആക്രമിക്കാൻ വരുന്നത് അത് ആദ്യമായി അക്രമകാരികളായി കണ്ടെത്തുന്ന ആനകളാണല്ലോ ഇവയെല്ലാം. അപ്പോൾ അവിടെ ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അല്ല, അത് ഒരു മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ട് അത് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിയിരിക്കുന്ന കേസുകൾ എങ്ങനെയാണ്, അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 7 മരണം, ഒരാഴ്ചയ്ക്കുള്ളിൽ 4 മരണം, കഴിഞ്ഞ 8 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 180 മരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ചുരുങ്ങിയത് 2 പേരുടെ മരണമൊക്കെ ഇത്രയും വലിയ രീതിയിലത്തേക്ക് റിപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് പോലും കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ കാട്ടിൽ കയറുന്നത് എന്തിനാണെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. അല്ല, കാട്ടിൽ കയറുന്നിടത്ത് മാത്രമല്ലല്ലോ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ അട്ടമലയിൽ ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അവർ കാട്ടിൽ കയറി താമസിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ ആ പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. പക്ഷെ അവിടെയുള്ള നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസിന്റെ എണ്ണം വളരെ കുറവാണ്. ഉരുൾപൊട്ടലിന് ശേഷം അവിടെ അതിരൂക്ഷമായിട്ടുള്ള കാട്ടാന ശല്യമുണ്ട് എന്ന് ഇവർ നിരന്തരമായിട്ട് അതോറിറ്റീസിനെ അറിയിച്ചതിന് ശേഷവും അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയണം. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനർത്ഥം ഈ ആൾക്കാരെല്ലാം കാട്ടിലേക്ക് കയറി എന്നതല്ല, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന വൈൽഡ് ആനിമൽസ് നാട്ടുകാരെ ആക്രമിക്കുകയാണ്. അത് ചില സ്ഥലങ്ങളിൽ കടുവയോ അങ്ങനത്തെ മൃഗങ്ങളായിരിക്കാം, കൂടുതൽ സ്ഥലങ്ങളിലും കാട്ടാനകളായിരിക്കാം. ഇപ്പൊ സർക്കാരിന്റെ നടപടി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്? ഒരു പ്രൈമറി റെസ്പോൺസ് ടീം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആദിവാസി വിഭാഗത്തിലുള്ള ആൾക്കാർ കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നോളജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗത്തിൽ കൂടി ഇവയുടെ ട്രാക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിന്റെ സ്ഥിരം സഞ്ചാരപാതകൾ, ആനത്താരകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഫെൻസിംഗ് എന്ന് പറയുന്നത് ഫലപ്രദമല്ല എന്ന് പറയുമ്പോൾ പോലും സോളാർ ഫെൻസിംഗ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം നോക്കുന്നു. ഇനി വളരെ വൈൽഡായിട്ടുള്ള തോട്ട് വരെയുണ്ട്. അതായത് ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ ഇവർക്ക് വനത്തിൽ തന്നെ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്കുള്ള നടപടികൾ. പിന്നെ അടിക്കാട് വെട്ടുക. ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ കഴിഞ്ഞ 8 വർഷത്തിൽ 180 പേർ കൊല്ലപ്പെട്ടതിന് ശേഷവും റെഗുലറായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ആവറേജ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം എത്രയാണ്? 24 പേരോളം മരണപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ മന്ത്രി എന്ത് ചെയ്യുകയാണ്, ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുകയാണ് എന്നുള്ള ചോദ്യം ജസ്റ്റിഫൈഡ് അല്ലേ?
അപ്പൊ അതിന് ധാർമ്മികമായിട്ട് ഉത്തരം പറയണം എന്ന് സഭകൾ പറഞ്ഞാൽ അത് പറയുന്നത് ഫോർഗെറ്റ്, സഭയാണോ ബിഷപ്പാണോ ആരാണോ പറയുന്നതെന്നൊക്കെ വിട്ടേക്കൂ. പക്ഷേ ധാർമ്മികമായിട്ട് ഈ വിഷയത്തിൽ ഉത്തരം പറയണം എന്ന് പറയുന്ന അതായത് ചോദ്യം മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒരു തവണ അദ്ദേഹം ഈ പാട്ട് പാടാൻ പോയത് തന്നെ അതുപോലും ശരിയായ ഒരു കാര്യമല്ലായിരുന്നു. ഒരു ധാർമ്മികമായ ഒരു പ്രശ്നം അക്കാര്യത്തിലുണ്ട്. നിയമത്തെക്കാൾ കൂടുതൽ ധാർമ്മികതയ്ക്ക് വില നൽകുന്ന ഒന്നാണല്ലോ ഇടതുപക്ഷ സർക്കാർ എന്നുള്ളത്. അപ്പോൾ ഈ മന്ത്രി കാണിച്ചതൊക്കെ ശരിയായ നടപടികളാണോ? എന്തിനേയും ഏതിനേയും ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ വനം വകുപ്പ് തന്നെ ഇറക്കിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് ബാലൻ എന്നയാൾ കൊല്ലപ്പെടുവാൻ കാരണം ആനയുടെ മുന്നിൽ മദ്യപിച്ച് ചെന്നതുകൊണ്ടെന്നൊക്കെയാണ്. എന്നോടാണോ? അതെ. അല്ല, നോക്കൂ, ഇതാണ് പ്രശ്നം. അതായത് ഇവിടെ ആർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രിയാണ് അദ്ദേഹം? ആനകളുടെ മന്ത്രിയാണോ, കാട്ടാനകളുടെ മന്ത്രിയാണോ, മനുഷ്യരുടെ മന്ത്രിയാണോ എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ NCPയുടെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭസ്മാസുരന് വരം കിട്ടിയ പോലത്തെ അവസ്ഥയാണ്. അതായത് പരമശിവൻ വരം കൊടുക്കുകയും ചെയ്തു, അവസാനം പരമശിവനെ തൊടാൻ വേണ്ടിയിട്ട് ഭസ്മാസുരൻ വരികയും ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയാണ്. തോമസ് കെ തോമസും മന്ത്രിയും എല്ലാവരും കൂടി ഒന്നായിട്ട് ഒരാൾ മന്ത്രിയാവട്ടെ, മറ്റേ പാർട്ടിയുടെ അധ്യക്ഷനാകട്ടെ എന്നൊക്കെ തീരുമാനിച്ചിട്ട് അവസാനം PC ചാക്കോ ഔട്ട് ആവുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ ആഭ്യന്തരമായിട്ടുള്ള പാർട്ടിയുടെ പ്രശ്നങ്ങളും അവനവന്റെ പദവികളും ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണോ, ഇനി ആ പദവികൾ ഇരുന്നതിന് ശേഷം നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ചെയ്യുകയാണോ? ഇപ്പൊ മന്ത്രിയുടെ തന്നെ ചില പ്രസ്താവനകൾ നോക്കൂ. ഇന്ന ഡേറ്റ് മുതൽ മൃഗം നാട്ടിലിറങ്ങില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന്. എടാ, പിന്നെ എന്തിനാ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ എന്താണ് മാർഗം? അത് ട്രഡീഷണൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, ഈ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആൾക്കാരെ സുരക്ഷിതരാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അദ്ദേഹം കാട്ടാനകളുടെ മന്ത്രിയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ നമ്മൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഇവിടെയുള്ള നാട്ടുകാരാണ്. ആ നാട്ടുകാരോടുള്ള അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതിനുവേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യണമെന്നോ വന്യജീവികളെ അങ്ങോട്ട് കയറി ആക്രമിച്ച് നശിപ്പിക്കണമെന്നോ ആരും പറയുന്നില്ല. പക്ഷേ ഈ സിറ്റുവേഷനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര ജീവനുകൾ ഇതേപോലെ തന്നെ കുരുതി കഴിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ആ മറുപടി പറയാൻ കഴിയില്ല എങ്കിൽ വന്യജീവി സംരക്ഷണ മന്ത്രിയെന്നോ വനം വകുപ്പ് മന്ത്രിയെന്നോ ഒക്കെ പറഞ്ഞവിടെ ഇരുന്നത് കൊണ്ട് എന്താണ് കാര്യം? അവരെ മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരെ കൂടി സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആക്ടിൽ പറയുന്നത് അനുസരിച്ച് ജീവൻ മാത്രമല്ല, ഷെഡ്യൂൾ 2-ലുള്ള മൃഗങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടികളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവയെ ഹണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ വേണ്ടുന്നത് എന്താണ്? കൺവിക്ഷൻ മാത്രമാണ്. ആരുടെ കൺവിക്ഷൻ? ഈ പറയുന്ന വനപാലകരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കൺവിക്ഷൻ. ആ കൺവിക്ഷൻ എങ്ങനെയാണ് അവർക്ക് ഉണ്ടാവുക? അത് സർക്കാരാണ് കൊടുക്കുക. സർക്കാർ അതിന് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വനം വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കണം. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് എന്ത് വേണം? അവിടെ തെളിഞ്ഞ മനസ്സോടുകൂടി തീരുമാനമെടുക്കാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകണം. ഇതൊന്നും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഇത് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന MP പോലും സർക്കാരിനെ തന്നെ വീണ്ടും കുറ്റപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനായിട്ട് ആളില്ല. അപ്പൊ ഈ ചോദ്യം, ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇവിടെ ഭരണ സംവിധാനമുണ്ടോ? ഇവിടെ കർഷകർക്കും മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശങ്ങൾ തമസ്കരിക്കപ്പെടുന്നില്ലേ? കർഷകരുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രി ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ബിഷപ്പുമാരാണ് എന്ന് കരുതി അവർ മനുഷ്യരല്ല എന്നുണ്ടോ? അവർ ഈ നാട്ടിലെ വോട്ടർമാരല്ല എന്നുണ്ടോ? ഉടനെ തന്നെ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാന്യമായി സംസാരിച്ചില്ല എങ്കിൽ ബിഷപ്പുമാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. കുറച്ചുകൂടി മന്ത്രിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന്. കാരണം മന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടയാളാണ്. അതുകൊണ്ടാണല്ലോ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പാർട്ടി തന്നെ ഇദ്ദേഹത്തെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി മാറ്റാതിരുന്നത്. അപ്പോൾ മന്ത്രിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് മന്ത്രി ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്. അത് മന്ത്രി ഓർത്താൽ നല്ലത്. ഈ ജനങ്ങൾ തന്നെ മന്ത്രിക്കെതിരെ പ്രതികരിക്കും. ആ പ്രതികരണം മന്ത്രി കേൾക്കുന്നുമുണ്ടായിരിക്കും. ശ്രീ PM നിയാസ്, നിങ്ങളുടെ സമരം കുറച്ചുകൂടി